ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണിപ്പോൾ. ഇതൊക്കെ നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ പെട്ടെന്ന് വഴഞ്ഞിട്ടാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 2 കപ്പ് നല്ല കട്ടിയുള്ള അധികം പുളിയൊന്നും ഇല്ലാത്ത മോര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മോര് കറിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 2 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും 2 നുള്ള് കായപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മോര് കറിയിൽ നിന്ന്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ മോരുകറിയും ഒരു അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.